ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ നമ്മൾ പുതിയ അപ്ഡേഷനിലേക്ക് എടുക്കാം. കാരണം നമുക്കറിയാം, ഇന്നലെ എവിക്ഷൻ ആയിരുന്നു. 2 പേര് എവിക്റ്റായി. അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഭിലാഷ് എവിക്റ്റ് ആയതാണ്. നമുക്കറിയാം, അഭിലാഷ് നല്ലൊരു പ്ലെയറാണ്. പക്ഷേ അൺഫെയർ എന്നാണ് പല മീഡിയകളും ഔട്ട്സൈഡ് ആരോട് ചോദിച്ചാലും പറഞ്ഞ അൺഫെയർ എവിക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് അവിടെ പല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് തട്ടിപ്പാണ്, ബിഗ് ബോസിൽ പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പല ആൾക്കാരെ എവിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അഭിലാഷ് നല്ലൊരു പ്ലെയറാണ്, അല്ലാന്നൊന്നും പറയുന്ന. പക്ഷെ അഭിലാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഒരു പ്രത്യേക കണ്ടന്റൊന്നും ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് ഒരു മിങ്കിൾ ചെയ്തിട്ട് പോകുന്നു എന്നല്ലാണ്ട് ഒരു ഗെയിമർ എന്ന രീതിയിൽ അഭിലാഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അഭിലാഷിന് വോട്ട് ചെയ്യാത്തത്. ബാക്കിയുള്ള അതിലിപ്പോൾ അഭിലാഷിനേക്കാളും കൂടുതൽ ഉള്ളവരൊക്കെ ഉണ്ട്. സാബുമാനൊക്കെ നമുക്കറിയാം, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്കറിയാൻ പറ്റുന്നത് ബിഗ് ബോസിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ കളിക്കാത്തവരുടെ പേര് പറയുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 24 നോക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവാം അതിലാരൊക്കെ എങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ആകെ 1 മണിക്കൂറാണ് നോക്കുന്നത്. ഈ 1 മണിക്കൂറിൽ കാട്ടിക്കുന്നത് ആരെ ആണോ കാട്ടിക്കുന്നത് അവരെ മാത്രമാണ് കളി നമ്മൾ കാണുന്നുള്ളത്. മറ്റുള്ളവരുടെ ഗെയിം നമ്മൾ കാണുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ട അഭിലാഷ് എന്ന് പറയുന്നത് ഈ 1 മണിക്കൂറിൻ്റെ അകത്ത് വരുന്ന അഭിലാഷ് വലിയ ഗെയിമറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വോട്ട് കുറച്ച് കൊടുത്തതും അതുകൊണ്ടാണ് എവിക്റ്റ് ആയത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ അനീഷിൻ്റെ ഇന്ന് ഫാമിലിയൊക്കെ വരുന്നുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത ഉണ്ട്. അനീഷും വരും, അതുപോലെ വേറെ ഒരാളെ ഫാമിലി കൂടി ഇന്ന് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു കേട്ട് നമുക്കൊരു കിട്ടിയ അറിവ്. അപ്പോൾ എന്തായാലും അനീഷിൻ്റെ ഫാമിലിയൊക്കെ വരട്ടെ. കാരണം എന്ന് വെച്ചാൽ അനീഷിൻ്റെ ഫാമിലി വരുമ്പോഴാണ് നമുക്ക് അനീഷിൻ്റെ ഒരു സ്വഭാവം ഒറിജിനൽ എന്തായിരുന്നു അതൊക്കെ അറിയാൻ പറ്റുന്നതും. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ അതൊക്കെ കാണാം. എന്നിട്ട് ഞാൻ കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീക്ക് സാബുമാൻ തന്നെ ആയിരിക്കും എവിക്റ്റ് ആവുന്നത്. കാരണം സാബുമാൻ വലിയ ഗെയിമറൊന്നും അല്ല, ഇനിയും പഠിച്ച് കളിക്കാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ 57 ദിവസമായി, ഇനി എപ്പോഴാണ് പഠിച്ച് കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും പഠിക്കട്ടെ, പഠിച്ച് വരുമ്പോഴേക്കും നാട്ടുകാർ എവിക്റ്റ് ചെയ്യും, അത് ഉറപ്പാണ്. അതുപോലെ അനുമോളെ പല രീതിയിലും പിടിച്ചു കെട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും കുലുങ്ങാതെ അനുമോള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അഭിലാഷിനാകെ ഒരു നമ്മളെ ബിഗ് ബോസിലൊരു ഒനിലിനോടായിരുന്നു കൂടുതൽ ഒരു അടുപ്പം. അപ്പോൾ അത് നമുക്ക് കാണാനുണ്ടായിരുന്നു. ഒനിൽ ഒരുപാട് സങ്കടത്തോടെയാണ് അഭിലാഷിനെ ബിഗ് ബോസിൽ നിന്നും ഔട്ടാവുമ്പോൾ ആ ഒരു വിട പറച്ചൽ ആ ഒരു രീതിയിലായിരുന്നു. അതുപോലെ തന്നെ അഭിലാഷും അത് ഔട്ട് സൈഡിൽ നിന്ന് പറഞ്ഞു മോഹൻലാലിനോട് ഒന്നുകൂടി കാണണം, അഭിലാഷിനെ ഒലിനെ കാണണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് വളരെ ഒരു നല്ല രീതിയിൽ ടൈറ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പ്രേക്ഷകർ എന്ന രീതിയിൽ ഒരാൾക്കും ആരെയും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയാം, അനീഷ് മിക്കവാറും കപ്പടിക്കാനാണ് സാധ്യത. ഇത് നിങ്ങളെ ബിഗ് ബോസ് തീരുമ്പോഴും ഞാൻ പറഞ്ഞത് ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനീഷായിരിക്കും കപ്പടിക്കുന്നത്, അതും സത്യമായിരിക്കും. അപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അനീഷ് കപ്പ് തൂക്കുമോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.